ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ട്രൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി കേട്ടോ. നമുക്ക് ഫംഗ്ഷൻസൊക്കെ ഉണ്ടെച്ച ഫേസ് സെറ്റ് ആക്കി എടുക്കാം. ഓൺ ദി സ്പോട്ടിലാണ് ഗൈസ് റിസൾട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആവി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ഫേസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആവി പിടിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് റോസ് വാട്ടർ വെച്ചിട്ട് ഫേസിലൊന്നും ഇതേപോലെ അപ്ലൈ ചെയ്ത് നമുക്ക് ചളി അല്ലെങ്കിൽ ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യില്ല റോസ് വാട്ടർ. അപ്പോൾ അതൊന്ന് ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്ത് മാറ്റാണ്. അതാണ് ഗൈസ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പപ്പായ ആണ് കേട്ടോ. നമ്മുടെ പഴുത്ത പപ്പായയുടെ ഒരു പീസാണ്. നമ്മൾ കണ്ടിട്ടില്ലേ പപ്പായ ഫേഷ്യൽ, പപ്പായ ഫേഷ്യൽ, അതാണ് സംഭവം. പപ്പായ നന്നായിട്ട് നമ്മുടെ ഫേസിന് സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്കൊക്കെ ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് നല്ല മടിയുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ അമ്മ ആദ്യം തൊട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ പപ്പായ അങ്ങനെ ഫേസിൽ ഇങ്ങനെ മെസ്സാജ് ചെയ്ത് കളയും, നല്ല സോഫ്റ്റ് ഉണ്ടാവാറുണ്ട്. അതിനുശേഷമാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പപ്പായ ഇല്ലേ, അധികം പേരുടെയും ചുറ്റുമൊക്കെ കാണാൻ കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ ഇത് പഴുത്തതാണ് രണ്ടാമതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റോളം വെക്കണം. പറ്റുന്ന അത്രയും ഫേസിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഏതൊരു പാക്കും ഫേസിൽ അപ്ലൈ ചെയ്യണ പോലെ തന്നെ നെക്കിൽ അപ്ലൈ ചെയ്യുന്നതും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ചെയ്യാത്തത്, അല്ലാത്ത പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മുഖം ഒരു കളറ് കഴുത്തൊരു കളറ് അങ്ങനെ ഫീൽ ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഗ്ലോ നമുക്ക് ഇവിടെയും കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടിയും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് സെറ്റാക്കിയിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം. ഫേസ് ഒന്ന് നന്നായി കഴുകിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, നന്നായിട്ടൊരു സോഫ്റ്റ് വന്നിട്ടുണ്ട്. എനിക്കത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്, വെറുതെ പറയല്ല, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ബ്രൈറ്റൊക്കെ വന്നിട്ടില്ലേ, ഒരു ബ്രൈറ്റൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും പപ്പായ കിട്ടിയെന്നൊന്നും വരില്ല, എന്നാലും അധികം പേർക്കും ചുറ്റുമൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് നിർബന്ധമായിട്ടും യൂസ് ആക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ നെക്സ്റ്റ് ഒരു പാക്കും കൂടി ഇടാം ഗൈസ്. നെക്സ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പാക്കിന് വേണ്ടത് കുറച്ച് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് തോലി കളഞ്ഞ് കഴുകിയതാണ്. അപ്പോൾ ഇത് ബീട്രൂട്ട് കുറച്ച് പാലുകൂടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് കുറച്ച് പാലാണ് എടുക്കുന്നത്. കളർ നോക്ക്, കാണും ചുവപ്പ് കളറായിട്ടിപ്പോൾ തന്നെ. അപ്പോൾ ബീട്രൂട്ട് പാല് പ്ലസ് ഒരു സാധനം കൂടി വേണം. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇതിലോട്ട് ഇടുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട്, ഗോതമ്പ് ഇടുന്നത് നമുക്കൊന്ന് വല്ലാതെ ലൂസായി പോകുന്നത് ഫേസിൽ അപ്ലൈ ചെയ്യണമല്ലോ, അപ്പോൾ കുറച്ചൊരു ക്രീമി ടൈപ്പായിട്ട് വേണ്ടേ, അപ്പോൾ അതിനാണ്. അപ്പം ഇത് മൂന്നും കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ പൊതുവേ ഇത് പപ്പായ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാണല്ലോ ചെയ്യുക. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നന്നായിട്ട് അരച്ചെടുത്താൽ ഭയങ്കര സോഫ്റ്റാണ്. പ്രത്യേകിച്ച് തരിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അരിച്ച് മാറ്റാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, നോക്ക് നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തേക്കുമ്പോൾ ഗൈസ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ്സ് വയ്ക്കാം, അതിനുശേഷം വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. പാക്ക് അങ്ങനെ ഒരു 10 മിനിറ്റോളം ഫേസിൽ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട്, സത്യമായിട്ട് ഇതിന് റിസൾട്ട് ഉണ്ട്, വെറുതെ പറയുന്നതല്ല കേട്ടോ. നന്നായിട്ട് എൻ്റെ ഫേസ് എനിക്ക് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ശേഷം വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം നെക്കിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചില പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങ് എക്സ്പെക്ട് ചെയ്ത് ചെയ്യും, പക്ഷെ നമ്മുടെ ഫേസ് ഡള്ളായി പോകാറുണ്ട്. എനിക്ക് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. നമ്മൾ എന്തായാലും നമുക്കിത് റിസൾട്ട് കിട്ടും. നമുക്ക് ആ പപ്പായ ഒഴിവാക്കി കളഞ്ഞ പ്ലസ് ഈ ബീട്രൂട്ട് മിൽക്ക് കുറച്ച് പൊടി എന്തെങ്കിലും ചേർത്ത് തേച്ചാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. കൂടെ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ എടുക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം സെറ്റാണ്. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. നമ്മൾ ചെയ്ത എന്തായാലും വെറുതെ ടൈം വേസ്റ്റ് ആയി പോവില്ല, റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.